ഒരു പ്രമാണം കൈമാറുകയാണ് കേട്ടോ. സാനിമോന വീഡിയോ ചെയ്ത് ഞങ്ങൾക്ക് 5 സെന്റ് സ്ഥലം മേടിക്കാനും അതിനകത്തൊരു കിണർ കൂത്താനും ദൈവം ആരാന്ന് ചോദിച്ചാൽ പിന്നെ ഇതിനൊരു മൂലസ്ഥാനം കൊണ്ടു കൊടുത്ത ആള്. അനേകായിരം പ്രേക്ഷകരുടെ ഒരു മുതൽ സ്നേഹ സമ്മാനമായിട്ട് ഇതേ കിടക്കുന്നത്. ഇതാണ് നമ്മുടെ വസ്തു. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജില്ലയിൽ തോട്ടുകയിലാണ് കേട്ടോ. വളരെ സന്തോഷത്തോടു കൂടി ഒരു പ്രമാണം കൈമാറുകയാണ് കേട്ടോ. ഈ അമ്മയും മകനെയും ഒരു 7-8 മാസങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് കാണുന്നത് ഞാനും ബാക്കി നിൽക്കുന്ന രതി ചേച്ചിയാണ്. ഇവരുടെ ആ ഒരു സാഹചര്യം എന്ന് പറയുമ്പം വളരെ മോശമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയായിരുന്നു ഈ അമ്മയും മകനും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അന്ന് ശരിക്കും ഒരാഗ്രഹം എന്ന് പറയുന്നത് ഈ അമ്മയ്ക്ക് എത്രയും വേഗം ഒരു വസ്തു വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് മനസ്സിൽ കരുതിയിട്ടുള്ളത്. അതിനുവേണ്ടി ഞാൻ 2 വീഡിയോകളും ചെയ്തു. ആ 2ാമത്തെ വീഡിയോയിലൂടെ തന്നെ നമുക്ക് ആ അമ്മയ്ക്കൊരു വസ്തു എഴുതാൻ കഴിഞ്ഞു. അതിൻ്റെ പ്രമാണമാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പം ഈ ഒരു നിമിഷം എന്ന് പറയുമ്പം ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷമാണ്. ഇനിയിപ്പം തീർച്ചയായിട്ടും ഒരു വീടൊക്കെ ആകാൻ വേണ്ടി പോവുകയാണ്. ഇവിടെയുള്ള യുവാക്കളുടെ ഒരു ഗ്രൂപ്പ് ഈ അമ്മയ്ക്കും മകനും ഒരു വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലും ഏറെ സന്തോഷം. നമ്മുടെ വീഡിയോയിലൂടെ ചന്ദ്രമതി അമ്മയുടെ അക്കൗണ്ടായിരുന്നു വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ അയച്ചിട്ടുള്ള, നമ്മുടെ പ്രേക്ഷകർ അയച്ചിട്ടുള്ള ഓരോ തുകയും അത് പാഴാകാതെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വസ്തു നമുക്ക് എഴുതാൻ കഴിഞ്ഞതും. അത് ആദ്യമൊക്കെ കുറേ ബുദ്ധിമുട്ടി. ശരിക്കും പറഞ്ഞാൽ എന്നെ സ്ഥിരമായിട്ട് രതി ചേച്ചി വിളിക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ ഒരു അടിസ്ഥാനം ആ അവസാന സമയത്തിലേക്ക്, അതായത് ഈ എഴുത്തിലേക്ക് എത്താനായിട്ട് സാമ്പത്തികത്തിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ 2ാമത് ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. ആ 2ാമത്തെ വീഡിയോയിലൂടെ തന്നെ അമ്മയ്ക്ക് വസ്തു വാങ്ങിക്കാനുള്ളതും എഴുതാനുള്ളതും ഒപ്പം കിണറിൻ്റെ പണി തുടങ്ങാനുള്ളതുമായിട്ടുള്ള ആ ഒരു സാമ്പത്തികം കിട്ടുകയുണ്ടായി. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ സഹായത്തോടു കൂടി അല്ലേ അമ്മയ്ക്ക് ഈ ഒരു വസ്തു വാങ്ങിക്കാൻ കഴിഞ്ഞു. അതിന് എനിക്ക് സന്തോഷമുണ്ട്. അതുമാത്രമല്ല, നമ്മളുടെ വീഡിയോ കാണുന്ന നല്ല മനസ്സുകളായിട്ടുള്ള ഒരുപാട് പേര് ഈ അമ്മയും മകനെയും തിരക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരോടെല്ലാം പറയുകയാണ്, അമ്മയും മകനും ഇപ്പോൾ എന്തായാലും വസ്തു വാങ്ങിച്ച് ഇവിടെ നിന്നും മാറി ഇനി പുതിയ വീട്ടിലേക്ക് മാറാനായിട്ട് ഇനി കുറച്ച് നാളും കൂടെ കാത്തിരിക്കേണ്ടി വരും അല്ലേ? പിന്നെ ചിങ്ങത്തിലേക്ക് മാറും. അപ്പോൾ എന്തായാലും 2 പേരും കൂടെ രതി ചേച്ചിയാണ് കേട്ടോ ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുള്ള ഒരാൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇവരുടെ കാര്യങ്ങൾ വിളിച്ചു പറയുന്ന രതി ചേച്ചിയാണ്. രതി ചേച്ചി ഇല്ലെങ്കിൽ ശരിക്കും ഇവർ ഈ ഒരു അവസ്ഥയിൽ കിടന്നേനെ. അപ്പം രതി ചേച്ചി തന്നെ കൊടുത്തു ധൈര്യമായിട്ട് കൊടുത്തു. നമുക്ക് 2 കൂടെ കൊടുക്കാം, പിടിച്ചോ. അപ്പം ഇതൊരു വസ്തുവിൻ്റെ പ്രമാണമാണ്. അതും നമ്മുടെ വീഡിയോയിലൂടെ വന്നിട്ടുള്ള ആ ഒരു എമൗണ്ട് വെച്ചിട്ട് വാങ്ങിക്കൊടുത്തത്. ഒരുപാട് സന്തോഷത്തോടെ കൊടുക്കുകയാണ് കേട്ടോ. അമ്മയ്ക്കിപ്പം സന്തോഷമായോ? എനിക്ക് സന്തോഷമായി. എന്തായാലും മോന് നിയമിച്ച് പിന്നെ രതി അതിന് മുന്നിട്ടിറങ്ങി. അല്ലെങ്കിൽ ഇത് അറിയത്തില്ലായിരുന്നു. പിന്നെ സാനിമോന ഇത് പിന്നെ വീഡിയോ ചെയ്ത് ഞങ്ങൾക്ക് 5 സെന്റ് സ്ഥലം മേടിക്കാനും അതിനകത്തൊരു കിണർ കൂത്താനും ഉള്ള പൈസ ഉണ്ടായിരുന്നു. കിണർ കുത്താനായിട്ടുള്ള പൈസ നമുക്ക് ഉണ്ടായിരുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം ഇപ്പൊ ഉള്ള കുഞ്ഞുങ്ങളാണ് ചെയ്തത്. അത് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. എന്നെ മറന്നാലും ഞാൻ മറക്കുന്നത് ശരിയല്ലല്ലോ അല്ലേ? അവര് പിന്നെ എല്ലാരും കൂടെ ഇപ്പം പിന്നെ എല്ലാ കാര്യങ്ങളും ഇനിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീടിന്റെ പണി കുറെ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇനിയും അത് പിന്നെ മറ്റു സാധനങ്ങളൊക്കെ എത്രയും പിടിയുന്നു വീടിന്റെ പണി തീർത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ കല്ലടിയിലാണ്. ആദ്യ ദൈവത്തെ വിളിച്ചോ എന്ന്. അതാരാ ദൈവം? ദൈവം ആരാന്ന് ചോദിച്ചാൽ പിന്നെ ഇതിനൊരു മൂലസ്ഥാനം കൊണ്ടു കൊടുത്ത ആള്. ഞാൻ ദൈവമൊന്നുമല്ല, നമ്മുടെ ഒരു കർമ്മം നമ്മൾ നിർവഹിച്ചു, അത്രേ ഉള്ളൂ. അത്രയാണെങ്കിൽ അത് കർമ്മം നിർവഹിക്കുന്നതും ദൈവമാണ്. പുറകെ നിൽക്കുന്ന ചേച്ചിയാണ് ശരിക്കുള്ള ദൈവം. രതി ചേച്ചി ഇല്ലെങ്കിൽ ഞാൻ ശരിക്കും ഈ അമ്മയുടെ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. അനേകായിരം പ്രേക്ഷകരുടെ ഒരു മുതൽ സ്നേഹ സമ്മാനമായിട്ട് ഇതേ കിടക്കുന്നത്. ഇതാണ് നമ്മുടെ വസ്തു. അമ്മ പറഞ്ഞോ, ഇതാണ് വസ്തു. ഫൗണ്ടേഷൻ വാനം എടുത്തിട്ടുണ്ട്. നാളെ കല്ലിടിയിലാണ്. ജനങ്ങളെല്ലാം സഹകരിക്കണം. നാളെ കല്ലിടിയിലാണ്. അപ്പം എല്ലാവരും വന്ന് പറ്റാൻ പറ്റാത്തവരെല്ലാം പ്രാർത്ഥിക്കണം. വന്നു പറ്റാൻ പറ്റാത്തവരെല്ലാം പ്രാർത്ഥിക്കണം. അപ്പൊ അമ്മയുടെയും മകനും വീട് ഒരുങ്ങുകയാണ്. ആ വീടിന്റെ വാനമൊക്കെ വെട്ടിക്കഴിഞ്ഞു. അപ്പൊ ബാക്കിലായിട്ടൊരു കിണറുണ്ട്. കിണറിന്റെ പണി മൊത്തം തീർന്നിട്ടുണ്ട്. ഒരു അടിത്തറ ഇല്ലാതെ ഒരു വീടുണ്ടാകത്തില്ല. ആ അടിത്തറയ്ക്ക് വേണ്ടി ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാടുണ്ട്. അതിലിപ്പം
ഒരു വലിയ സന്തോഷമായി. അമ്മയ്ക്ക് ഒരു അടിസ്ഥാനം ഉണ്ടാകാൻ പോകുന്നു. മറക്കത്തില്ല. എന്താന്ന് പറഞ്ഞാൽ കൊണ്ട് ഒരു മൂലധാനം എന്ന് പറഞ്ഞാൽ വസ്തു ഇല്ലാതെ വീടാവത്തില്ലല്ലോ. ഈ വസ്തു മേടിച്ചപ്പം വസ്തു വാങ്ങിച്ചതിന്റെ തൊട്ട് പുറകെ തന്നെ വീടിന്റെ പരിപാടി തന്നെ അവര് വന്ന് വീട് വെക്കാനെല്ലാം പിന്നെ ആരംഭിച്ച് സാധനങ്ങളെല്ലാം ഇറക്കി. പിന്നെ ഇപ്പൊ കാണാമല്ലോ എല്ലാ സാധനങ്ങളൊക്കെ ഇറക്കി. ഇപ്പൊ ഒരു വീട് വെക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട്. അതിന് ഒരുപാട് ചെറുപ്പക്കാരുണ്ട് കേട്ടോ. അപ്പൊ അവർക്കൊരു സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുകയാണ്. അവര് പിള്ളേർ തന്നെ എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ വന്ന് കൊണ്ടുവന്ന് ഇറക്കുകയും അവിടെ പിന്നെ അവിടെ എല്ലാം വൃത്തിയാക്കുകയും എല്ലാം മണ്ണെല്ലാം നീക്കിയിടുകയും എല്ലാം ചെയ്യുന്നത് അവർ തന്നെ. ഈ പറഞ്ഞതിന്റെ കൂട്ട് എല്ലാം സാൻമോന്റെ കൂട്ട് തന്നെ അവര് എന്റെ മക്കളാ, ഇതും എന്റെ മോന, എല്ലാരും മക്കളാ. എനിക്ക് ഒത്തിരി മക്കളുമാരുണ്ട്. ഞാനൊന്നും കൂടെ ഉണ്ടാവും. അപ്പം നമ്മുടെ വീഡിയോയിലൂടെ കൊടുത്തിരുന്നെന്ന് പറയുമ്പോൾ ചന്ദ്രമതി അമ്മയുടെ അക്കൗണ്ട് ആയിരുന്നു. ആ അക്കൗണ്ടിലേക്കാണ് നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് അവരുടെ അർഹമായിട്ടുള്ള കൈകളിലേക്ക് ആ ഒരു എമൗണ്ട് വരിക എന്നുള്ളതാണ്. അതുപോലെ അമ്മയ്ക്ക് ഇനി ആർക്കെങ്കിലും സഹായം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അമ്മയ്ക്ക് നേരിട്ട് നിങ്ങൾ സഹായം ചെയ്യുക. വീഡിയോയുടെ താഴെയായിട്ട് അമ്മയുടെ ഡയറക്റ്റ് അക്കൗണ്ട് ഞാൻ വീഡിയോയിൽ കൊടുക്കാം. അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ഉണ്ടെങ്കിൽ, ഇപ്പം വീട് പണിക്ക് വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും വെള്ളമെങ്കിലും കൊടുക്കണ്ടേ അല്ലേ? കൊടുക്കണം. അതുപോലെ ആ വീട്ടിലേക്ക് ഇനിയിപ്പം കാര്യങ്ങൾ ഉണ്ടാകണം, ഫർണിച്ചറുകൾ ഉണ്ടാകണം. അപ്പോൾ അതൊക്കെ മാറും. നമ്മളിവിടെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സന്തോഷ നിമിഷമാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുന്നത്. ഇത് എൻ്റെ മാത്രം അല്ലെങ്കിൽ രതിചേച്ചിയുടെ മാത്രം കാര്യം കൊണ്ട് നടന്നതല്ല. നിങ്ങളും നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചപ്പോഴാണ് ഈ ഒരു അമ്മയ്ക്ക് ഈ ഒരു അടിസ്ഥാനം ഉണ്ടായത്. ഒരാളുടെ ക്രെഡിറ്റ് മാത്രമല്ല.